ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു സ്പീഡ് കൺവേർഷൻ പഠിച്ചു. അതുപോലെ തന്നെ ട്രെയിന് നീളമില്ലാത്ത ഒരു വസ്തുവിനെ കടന്നു പോകുമ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ പഠിച്ചു. ട്രെയിന് നീളമുള്ള ഒരു വസ്തുവിനെ കടന്നു പോകുമ്പോൾ എന്ന് പറഞ്ഞാൽ 2 നീളങ്ങൾ തന്നാൽ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് 2 സ്പീഡുകൾ തന്നാൽ. 2 സ്പീഡുകൾ തന്നാൽ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. അതിന് മലയാളത്തിൽ ആപേക്ഷിക വേഗത എന്ന് പറയുന്നു. എന്താണ് ആപേക്ഷിക വേഗത അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 2 വേഗതകൾ തരും. ആ 2 വേഗതകൾ ഒരേ ദിശയിലേക്കാണെങ്കിൽ വേഗതകൾ കുറക്കണം. ആ 2 വേഗതകൾ വിപരീത ദിശയിലേക്കാണെങ്കിൽ ആ വേഗതകൾ കൂട്ടണം. ഇതാണ് റിലേറ്റീവ് സ്പീഡ്. അതായത് നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു. ഓക്കെ, ഇതൊരു ട്രെയിനാണെന്ന് സങ്കല്പിക്കുക. ഈ ട്രെയിനിലാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു സമാന്തര പാതകൾ നമുക്ക് കാണാൻ പറ്റും. സമാന്തര പാതകളിലൂടെ മറ്റു ട്രെയിന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ട്രെയിനിൽ നാം ഇരിക്കുന്നുണ്ട്. അതിൻ്റെ സമാന്തര പാതയിൽ അതേ ദിശയിൽ മറ്റൊരു ട്രെയിൻ സഞ്ചരിക്കുന്നു. ഇങ്ങനെ ഇതിൻ്റെ സമാന്തര പാതയിൽ മറ്റൊരു ട്രെയിൻ സഞ്ചരിക്കുമ്പോൾ നമുക്ക് അതിനുള്ളിലുള്ള ആളുകളെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും അല്ലേ? കാരണം എന്താ? മറ്റു ട്രെയിനിൻ്റെ സ്പീഡ് വളരെ കുറവുള്ളതുപോലെ ഫീൽ ചെയ്യും. അതുകൊണ്ടാണ് ഇവിടെ ആപേക്ഷിക വേഗത നമ്മൾ കുറക്കുന്നത്. ഇനി ഈ ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നു. സമാന്തര പാതയിൽ മറ്റൊരു ട്രെയിന് വിപരീത ദിശയിൽ വരുമ്പോൾ നമുക്ക് എന്താണ് ഫീൽ ചെയ്യുന്നത്? അതിന് വളരെ സ്പീഡ് കൂടുതലുള്ളതുപോലെ ഫീൽ ചെയ്യും. കാരണം അതിനുള്ളിലുള്ള ആളുകളെ തിരിച്ചറിയാൻ പോലും പറ്റാത്ത അത്രമാത്രം സ്പീഡാണ് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് വിപരീത ദിശയിൽ സഞ്ചരിക്കുമ്പോൾ വേഗതകൾ കൂട്ടുന്നത്. ഒരിക്കൽ കൂടി പറയുന്നു, നമുക്ക് എക്സാമിന് ഈ ഒരു ട്രെയിനിൻ്റെ സ്പീഡും തരുന്നു, അതേ ദിശയിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ട്രെയിനിൻ്റെ സ്പീഡും തരുന്നു. അപ്പോൾ ഇവിടെ 2 സ്പീഡ് തന്നു. ഇങ്ങനെ 2 സ്പീഡ് തന്നാൽ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. എന്താണ് റിലേറ്റീവ് സ്പീഡ്? ഒരേ ഡയറക്ഷനിലേക്കാണെങ്കിൽ ആ 2 സ്പീഡുകൾ കുറക്കണം. ഓക്കെ, ഇനി മറ്റൊന്ന്, ഈ ട്രെയിനിൻ്റെ സ്പീഡ് തരുന്നു, അതിന് വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ട്രെയിനിൻ്റെ സ്പീഡും തരുന്നു. ഇങ്ങനെ 2 സ്പീഡുകൾ തന്നാൽ നമ്മൾ അതിനെ ഒറ്റ സ്പീഡാക്കണം. എന്ന് പറഞ്ഞാൽ അതിൻ്റെ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. എന്താണ് റിലേറ്റീവ് സ്പീഡ്? ഇവിടെ വിപരീത ദിശയിലേക്കായതുകൊണ്ട് ഇവിടെ സ്പീഡുകൾ തമ്മിൽ കൂട്ടണം. ഓക്കെ, അപ്പോൾ ഒരു ചോദ്യത്തിൽ 2 സ്പീഡുകൾ തന്നാൽ നമ്മൾ ചെയ്യേണ്ടത് റിലേറ്റീവ് സ്പീഡ് എടുക്കണം. അതിന് മലയാളത്തിൽ ആപേക്ഷിക വേഗത എന്നാണ് പറയുന്നത്. എന്താണ് റിലേറ്റീവ് സ്പീഡ്? ഒരേ ദിശയിലേക്കാണെങ്കിൽ സ്പീഡുകൾ കുറക്കണം, വിപരീത ദിശയിലേക്കാണെങ്കിൽ സ്പീഡുകൾ കൂട്ടണം. ഇനി നമുക്ക് ഇതിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 2 trains are moving in opposite directions with the speed of 4 meter per second and 8 meter per second respectively. Find their relative speed. ഓക്കെ, എന്താണ് ചോദ്യം തന്നിരിക്കുന്നത്? 2 trains are moving in opposite directions with the speed of 4 meter per second and 8 meter per second respectively. Find their relative speed. അപ്പോൾ 2 ട്രെയിനുകൾ വിപരീത ദിശകളിൽ സഞ്ചരിക്കുന്നു. ഒരു ട്രെയിനിൻ്റെ സ്പീഡ് 4 മീറ്റർ പെർ സെക്കൻഡ്, രണ്ടാമത്തെ ട്രെയിനിൻ്റെ സ്പീഡ് 8 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ 2 സ്പീഡുകൾ തന്നിരിക്കുന്നു. 2 സ്പീഡുകൾ തന്നാൽ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എടുക്കണം. ഇവിടെ ചോദ്യവും റിലേറ്റീവ് സ്പീഡാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് റിലേറ്റീവ് സ്പീഡ്? ഒരേ ദിശയിലേക്കാണെങ്കിൽ സ്പീഡുകൾ കുറക്കണം, വിപരീത ദിശയിലേക്കാണെങ്കിൽ സ്പീഡുകൾ കൂട്ടണം. ഈ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എന്ന് പറഞ്ഞാൽ വിപരീത ദിശയിലേക്കാണ്. വിപരീത ദിശയിലേക്കാണെങ്കിൽ ഈ സ്പീഡുകൾ കൂട്ടണം. അപ്പോൾ നമുക്ക് ആൻസർ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് 8 + 4 12 മീറ്റർ പെർ സെക്കൻഡ്. ഇതാണ് ആ പുതിയ സ്പീഡായിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ് സ്പീഡായിട്ട് നമ്മൾ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആൻസർ 12 മീറ്റർ പെർ സെക്കൻഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. 2 trains are moving in the same direction with the speeds of 19 km/h. 19 km/h and 25 km/h respectively. Find their relative speed.
അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, റിലേറ്റീവ് സ്പീഡ് മാത്രം കാണാനുള്ള ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ചോദ്യം ഒരിക്കൽ കൂടി പറയുന്നു. 2 trains are moving in the same direction with speeds of 19 km per hour and 25 km per hour respectively. Find their relative speed. ഓക്കെ, റിലേറ്റീവ് സ്പീഡ് കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ് റിലേറ്റീവ് സ്പീഡ് എടുക്കുക? 2 സ്പീഡുകൾ തരുമ്പോഴാണ് നമ്മൾ റിലേറ്റീവ് സ്പീഡ് എടുക്കുന്നത്. എന്താണ് റിലേറ്റീവ് സ്പീഡ്? ഒരേ ഡയറക്ഷനിലേക്കാണ് എന്നാണ് പറയുന്നതെങ്കിൽ സ്പീഡുകൾ കുറക്കണം. ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, വിപരീത ദിശയിലേക്കാണ് പറയുന്നതെങ്കിൽ സ്പീഡുകൾ തമ്മിൽ കൂട്ടണം. അത്രേ ഉള്ളൂ റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ ഇവിടെ നമുക്ക് 2 സ്പീഡുകൾ തന്നിട്ടുണ്ട്. ഒന്ന് 19 km/h, 19 km/h ആൻഡ് 25 km/h. അപ്പോൾ നമുക്ക് ഇതിൻ്റെ റിലേറ്റീവ് സ്പീഡ് കാണാം. അപ്പോൾ നമുക്ക് റിലേറ്റീവ് സ്പീഡ് കാണാൻ നമുക്ക് നോക്കേണ്ടത്, ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സെയിം ഡയറക്ഷൻ ആണോ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണോ, ഇതാണ് നോക്കേണ്ടത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സെയിം ഡയറക്ഷനാണ്, ഒരേ ദിശയിലേക്കാണ്. ഒരേ ദിശയിലേക്കാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുന്നത് അവ തമ്മിൽ കുറച്ചാൽ മതി. അപ്പോൾ നമുക്കറിയാം ഇവിടെ 25 നിന്ന് 19 കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 6 എന്ന് കിട്ടും. ആൻസർ 6 km/h. ഓക്കെ, അപ്പോൾ റിലേറ്റീവ് സ്പീഡ് 6 km/h. ഓക്കെ, നമുക്ക് അടുത്തൊരു ചോദ്യത്തിലേക്ക് കിടക്കാം. ചോദ്യം ഇതാണ്. 2 trains 180 meter and 120 meter long run at a speed of 80 km/h and 62 km/h respectively in the same direction. In the same direction on parallel tracks. The time taken by the faster train to cross the slower train is. അപ്പോൾ ഇവിടെ എന്താണ് ചോദ്യം പറഞ്ഞിരിക്കുന്നത്? 180 മീറ്റർ 120 മീറ്റർ നീളങ്ങളുള്ള 2 ട്രെയിനുകൾ യഥാക്രമം 80 km/h 62 km/h വേഗതകളിൽ ഒരേ ദിശയിലേക്ക് സഞ്ചരിച്ചാൽ വേഗത കൂടിയ ട്രെയിന് എത്ര സമയം കൊണ്ട് വേഗത കുറഞ്ഞ ട്രെയിനിനെ മറികടക്കും? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ 2 ട്രെയിനിൻ്റെ നീളം തന്നിരിക്കുന്നു. ഒരു ട്രെയിനിൻ്റെ നീളം 180 മീറ്റർ. അപ്പോൾ ഒരു ട്രെയിനിൻ്റെ നീളം നമുക്ക് തന്നാൽ അത് ഡിസ്റ്റൻസ് ആയിട്ടാണ് നാം എടുക്കേണ്ടത്. രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം എന്ന് പറയുന്നത് 120 മീറ്റർ. അപ്പോൾ ഈ ട്രെയിനിൻ്റെ നീളവും നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 ഡിസ്റ്റൻസുകൾ തന്നാൽ അവ തമ്മിൽ കൂട്ടണം എന്നാണ് പഠിച്ചിരിക്കുന്നത്. അപ്പോൾ 180ഉം 120ഉം കൂട്ടിക്കഴിഞ്ഞാൽ ആൻസർ നമുക്ക് 300 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ ഈ ചോദ്യത്തിലെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 300 മീറ്റർ ആണ്. ഇനി മറ്റൊരു കാര്യം, ഇവിടെ സ്പീഡ് തന്നിരിക്കുന്നത് 2 സ്പീഡാണ് തന്നിരിക്കുന്നത്. ഒന്ന് 80 km/h, മറ്റൊന്ന് 62 km/h. അപ്പോൾ 2 സ്പീഡുകൾ, 2 വേഗതകൾ തന്നാൽ നാം റിലേറ്റീവ് സ്പീഡ് എടുക്കണം, അല്ലെങ്കിൽ ആപേക്ഷിക വേഗത എടുക്കണം. എന്താണ് റിലേറ്റീവ് സ്പീഡ്? ഒരേ ദിശയിലേക്കാണെങ്കിൽ വേഗതകൾ കുറയ്ക്കണം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വേഗതകൾ കൂട്ടണം. ഇതാണ് റിലേറ്റീവ് സ്പീഡ്. അപ്പോൾ ചോദ്യം പറഞ്ഞിരിക്കുന്നത് സെയിം ഡയറക്ഷൻ ആണ്, ഒരേ ദിശയിലേക്കാണ്. ഒരേ ദിശയിലേക്കാണെങ്കിൽ വേഗതകൾ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ നമുക്ക് 80 km/h നിന്ന് 62 km/h കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് 18 km/h എന്ന് കിട്ടും. അപ്പോൾ വേഗത 18 km/h. ഇനി നമ്മോട് ചോദിച്ചിരിക്കുന്നത് വേഗത കൂടിയ ട്രെയിനിന് വേഗത കുറഞ്ഞ ട്രെയിനിനെ മറികടക്കാൻ എത്ര സമയം വേണം എന്നാണ് ചോദിച്ചിരിക്കുന്നത് സമയം. അപ്പോൾ നമുക്ക് കാണേണ്ടത് സമയമാണ്. അപ്പോൾ നോക്കുക, ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ നീളം ഡിസ്റ്റൻസ് തന്നിരിക്കുന്നത് 300 മീറ്റർ ആണ്, എന്നാൽ സ്പീഡ് പറഞ്ഞിരിക്കുന്നത് 18 km/h ആണ്. അതുകൊണ്ട് തന്നെ ഈ km/h നമുക്ക് മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം മീറ്റർ/സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്തുകൊണ്ട് ഗുണിക്കണം? 18ൻ്റെ ഗുണിതമാണെങ്കിൽ 5 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം. ഇവിടെ 18ൻ്റെ ഗുണിതമാണ്, ഒരു പോയിന്റാണ് 18. അപ്പോൾ നമുക്ക് മീറ്റർ/സെക്കൻഡ് എന്ന് പറയുന്നത് 1 × 5 മീറ്റർ/സെക്കൻഡ്.
ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീഡിനെ നമ്മൾ മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്ക് കാണേണ്ടത് ടൈമാണ്. എന്താണ് ടൈം കാണാനുള്ള ഇക്വേഷൻ? എന്താണ്? ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. എന്താണ് ഡിസ്റ്റൻസ്? 300 മീറ്റർ ബൈ സ്പീഡ്. എന്താണ് സ്പീഡ്? 5 മീറ്റർ പെർ സെക്കൻഡ്. ആ ബൈ സെക്കൻഡ് മുകളിലാണ് എഴുതേണ്ടത്. മുകളിലെ മീറ്ററും താഴെയുള്ള മീറ്ററും കട്ട് ചെയ്തു. നമുക്കറിയാം 300/5. ഇതിൽ 30ന് നമുക്കെടുക്കാം. 5ന്റെ ഗുണിതമാണ് 30. നമുക്കറിയാം 5ന്റെ ഗുണിതമാണ് 30. അതുകൊണ്ട് തന്നെ ഈ 5ഉം 30ഉം കട്ട് ചെയ്യാം. 5നോട് എത്ര ഗുണിച്ചാൽ 30 കിട്ടും? 6 5 30. 6 വലിയ സംഖ്യയുടെ സ്ഥാനത്ത് എഴുതി. അപ്പോൾ നമുക്കിത് വായിക്കാം. 6 × 10 60 സെക്കൻഡ്. ആൻസർ. മറ്റൊരു ചോദ്യം ഇതാണ്. 2 trains 126 meter 126 meter and 114 meter long are running in opposite direction. One at the rate of 30 kilometer per hour and another one at 42 kilometer per hour. Find the time taken to cross each other. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. 126 മീറ്റർ 114 മീറ്റർ നീളങ്ങളുള്ള 2 ട്രെയിനുകൾ യഥാക്രമം 30 കിലോമീറ്റർ പെർ അവർ 42 കിലോമീറ്റർ പെർ അവർ വേഗതകളിൽ വിപരീത ദിശകളിൽ സഞ്ചരിക്കുമ്പോൾ ആ 2 ട്രെയിനും മറികടക്കാൻ വേണ്ട സമയം ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ 2 ട്രെയിനാണ്. ഒരു ട്രെയിനിൻ്റെ നീളം 126 മീറ്റർ. നമുക്കറിയാം ട്രെയിനിൻ്റെ നീളം നമ്മൾ ഡിസ്റ്റൻസ് ആയിട്ടാണ് എടുക്കേണ്ടത്. രണ്ടാമത്തെ ട്രെയിനിൻ്റെ നീളം 114 മീറ്റർ. അപ്പോൾ ഇവിടെ 2 ഡിസ്റ്റൻസുകൾ തന്നിരിക്കുന്നു. 2 ഡിസ്റ്റൻസുകൾ തന്നാൽ അവ തമ്മിൽ കൂട്ടി എഴുതണം. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് കൂട്ടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് 240 മീറ്റർ എന്ന ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നീളം ഡിസ്റ്റൻസ് കിട്ടിയിരിക്കുന്നത് 240 മീറ്റർ ആണ്. ഇനി ഇവിടെ മറ്റൊരു കാര്യം, ഇവിടെ സ്പീഡ് 2 സ്പീഡാണ് തന്നിരിക്കുന്നത്. ഒരു ചോദ്യത്തിൽ 2 സ്പീഡ് തന്നാൽ നമ്മൾ റിലേറ്റീവ് സ്പീഡ് എടുക്കണം, അതല്ലെങ്കിൽ ആപേക്ഷിക വേഗത എടുക്കണം. എന്താണ് റിലേറ്റീവ് സ്പീഡ്? ഒരേ ദിശയിലേക്കാണെങ്കിൽ വേഗതകൾ കുറക്കണം, വിപരീത ദിശയിലേക്കാണെങ്കിൽ വേഗതകൾ കൂട്ടണം. അപ്പോൾ ചോദ്യം പറഞ്ഞിരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്, വിപരീത ദിശയിലേക്കാണ്. വിപരീത ദിശയിലേക്കായതുകൊണ്ട് ഈ വേഗതകൾ നമ്മൾ കൂട്ടണം. അപ്പോൾ ഇവിടെ 30ഉം 42ഉം കൂട്ടിക്കഴിഞ്ഞാൽ 72 കിലോമീറ്റർ പെർ അവർ എന്ന് കിട്ടും. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഡിസ്റ്റൻസ് മീറ്ററിലാണ്, എന്നാൽ സ്പീഡ് പറഞ്ഞിരിക്കുന്നത് കിലോമീറ്റർ ആണ്. ഇത് 2 യൂണിറ്റ് ആയതുകൊണ്ട് അതിനെ 1 യൂണിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യാം. നമ്മൾ പഠിച്ചിട്ടുണ്ട് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാൻ 5 കൊണ്ട് ഗുണിക്കണം. ഇവിടെ തന്നിരിക്കുന്നത് 18 ഗുണിതാണെങ്കിൽ 5 കൊണ്ട് ഗുണിക്കണം, അല്ലെങ്കിൽ 5/18 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 72 എന്നത് 18ന്റെ ഗുണിതമാണ്. എത്ര 18ആണ് 72? നാം പഠിച്ചു 4 18ആണ് 72. അതുകൊണ്ട് 4ഉം 5ഉം ഗുണിച്ചു കഴിഞ്ഞാൽ ആൻസർ 20 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് സ്പീഡ് മീറ്റർ പെർ സെക്കൻഡ് കിട്ടി, 20 മീറ്റർ പെർ സെക്കൻഡ്. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? ഈ 2 ട്രെയിനുകൾ പരസ്പരം കടന്നു പോകാൻ എത്ര സമയം എടുക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ടൈമാണ് കാണേണ്ടത്. എന്താണ് ടൈം? ടൈം കാണാനുള്ള ഇക്വേഷൻ ആണ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ്, അല്ലെങ്കിൽ ദൂരം ബൈ വേഗത. അപ്പോൾ ഇവിടെ ദൂരം എന്ന് പറയുന്നത് 240 മീറ്റർ ആണ്, ഡിവൈഡഡ് ബൈ സ്പീഡ് എന്ന് പറയുന്നത് 20 മീറ്റർ പെർ സെക്കൻഡ്. ആ ബൈ സെക്കൻഡ് ഉള്ളത് മുകളിലാണ് എഴുതുന്നത്. മുകളിലുള്ള മീറ്ററും താഴെയുള്ള മീറ്ററും വെട്ടിക്കളഞ്ഞു. ഈ 0യും വെട്ടിക്കളഞ്ഞു. 24/2 എന്ന് പറഞ്ഞാൽ പകുതി. അപ്പോൾ 24ന്റെ പകുതി 12 യൂണിറ്റ് സെക്കൻഡ്. അപ്പോൾ ആൻസർ 12 സെക്കൻഡ്. അപ്പോൾ ചോദ്യം എന്തായിരുന്നു? 126 മീറ്റർ 114 മീറ്റർ നീളങ്ങളുള്ള 2 ട്രെയിനുകൾ യഥാക്രമം 30 കിലോമീറ്റർ പെർ അവർ 42 കിലോമീറ്റർ പെർ അവർ വേഗതകളിൽ സഞ്ചരിക്കും, വിപരീത ദിശകളിൽ സഞ്ചരിക്കുമ്പോൾ അവ പരസ്പരം മറികടന്നു പോകാൻ വേണ്ട സമയം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ നമുക്ക് കിട്ടി 12 സെക്കൻഡ്.